സാക്ഷ്യ ശുശ്രൂഷയിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടവരും. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ ഈ ആലയത്തിൽ സംഭവിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വലിയ കൃപയും വലിയ അനുഗ്രഹമൊക്കെ നമ്മിൽ വരാനായിട്ട് നമ്മൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം എനിക്കും ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ഒരു വരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ സാക്ഷ്യം കേൾക്കാം. ആദ്യമായി സാക്ഷ്യം നൽകുന്നു രശ്മി ജോസ്. എൻ്റെ പേര് രശ്മി, വീട് കൊരട്ടി. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ എൻ്റെ യൂറിനറി ബ്ലാഡർ ഒരു അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, രോഗശാന്തി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. അതിന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കളയുകയാണെങ്കിൽ ചിലപ്പോൾ അബോർഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ സിസർ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ടെസ്റ്റിന് അയച്ചപ്പോൾ അത് ആദ്യത്തെ ടെസ്റ്റിൽ പറഞ്ഞു അത് ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ചേച്ചി വന്ന് ഇവിടെ പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു നിയോഗം വെച്ച് 3 വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കാനും പിന്നെ വെളിച്ചെണ്ണ പുരട്ടി അവിടെ ഒരു പ്രാർത്ഥനയും തന്നു, ഒരു മിഠായും തന്നു. അതെല്ലാം കഴിച്ച് പ്രാർത്ഥനിച്ച് അവർ ടെസ്റ്റിന് തിരുവനന്തപുരം RCCയിലോട്ട് അയച്ചു. അവിടുന്ന് റിസൾട്ട് വന്നു, എനിക്കൊരു കുഴപ്പമില്ലെന്നും അത് ക്യാൻസർ അല്ലെന്നുള്ളത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. പലവിധ ആശങ്കകളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് കടന്നു വരണം. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പാട്ട് പാടുന്നു. ഹല്ലേലൂയ. യേശു നന്ദി പിതായി സ്തോത്രം. കർത്താവേ അനുഗ്രഹിക്കണമേ, ദൈവ കൃപ വർഷിക്കണമേ. ഈശോയെ നന്ദി പിതായി നന്ദി. യേശുവെ നന്ദി പിതായി സ്തോത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ജോൺസൺ. എൻ്റെ പേര് ജോൺസൺ ആളൂർ, സ്ഥലം മരത്തങ്കോട്. കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി രാവിലെ ഞാൻ കൈ കുത്തി എണീറ്റപ്പോൾ എൻ്റെ വലത് കൈയിന് ശക്തിയായിട്ടുള്ള വേദനയും കൈ ഇണക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉടനെ തന്നെ അടുത്തുള്ള കുന്നംകുളം ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും 2 മാസം ചികിത്സ ചെയ്തിട്ട് പോലും എൻ്റെ വലത് കൈ എനിക്ക് പൊക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർന്ന് അമല ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വലത് കൈയിന്റെ ഷോൾഡർ ഭാഗത്തുള്ള മസിൽ ടെൻഡൻ 2ആയി പിളർന്നതായിട്ടും ചുറ്റും 5 mm കനത്തില് ഫ്ലൂയിഡ് കളക്ഷൻ ഉള്ളതായിട്ടും കാണപ്പെട്ടു. ഇതിന് മരുന്ന് കഴിച്ച് മാറിയില്ലെന്നും ഓപ്പറേഷൻ മാത്രമേ പ്രതിവിധിയുള്ളൂവെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായപ്രകാരം തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനീഷ് ചാക്കോയെ കാണുകയും ഡോക്ടർ ഓപ്പറേഷൻ തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ഇന്നലെയായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടെ എൻ്റെ മകനും മകന്റെ ഭാര്യയും ഒരാഴ്ച ജെറുസലേമിൽ വന്ന് ധ്യാനം കൂടുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജെറുസലേമിലെ വൈദ്യരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച 4-ാം തീയതി വെള്ളിയാഴ്ച ഞാനും എൻ്റെ ഭാര്യയും കൂട്ടി ജെറുസലേമിൽ വരികയും ഞാൻ ഇവിടെ വന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വിശുദ്ധ കുർബാനയിൽ എൻ്റെ വലത് കരം എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസാദി വെള്ളിയാഴ്ച നടന്ന ഒരു അത്ഭുതമാണിത്. ശരിക്ക് 8-ാം തീയതി കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യം തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. മാതാവിന്റെ ജന്മതിരുനാളിൽ ഈ കൂടാരത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിന് യാതൊരു വക സംശയമില്ല, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ജോൺസണും അവരുടെ മകനും അവരുടെ മകളും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ താമസിച്ചത്. 2 പേരും ഡോക്ടേഴ്സാണ് അല്ലേ? 2 പേരും ഡോക്ടേഴ്സാണ്, നമ്മൾ ഓർക്കണം. ആ 2 ഡോക്ടർമാരും ഇവിടെ വന്ന് അവിടുന്ന് ഒരാഴ്ച മാറി 2 പേരും ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടി. അവിടെ വെച്ച് നിർദ്ദേശമായിരുന്നു. ഇത് കർത്താവിന്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. അത്ഭുതകരമായ വിധത്തിൽ ഇന്നലെ വന്ന് സന്തോഷം കൊണ്ട് ജോൺസണും ജീവിത പങ്കാളിയും എല്ലാ അച്ഛന്മാരോടും ഓടി നടന്ന് പറയാണ്,
ഓപ്പറേഷന് പോസ്റ്റ് ചെയ്ത ആ ദിവസത്തിന് മുൻപ് എന്റെ കൈകളിലുണ്ടായിരുന്ന മസിലെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കുകയും അങ്ങനെ ഒരു അസുഖമില്ലാത്ത വണ്ണത്തിൽ അത്ഭുതകരമായ വിധത്തിൽ കർത്താവിന് സൗഖ്യം നൽകിയിരിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും കർത്താവിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഒന്ന് നിറയട്ടെ, 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 നിറയട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. കരങ്ങൾ ഉയർത്തി അടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. കാലത്തിൽ, ഈ ലോകത്തിൽ. നമ്മളോട് സാക്ഷ്യം നൽകിയതും ഡോക്ടർ ജോൺസനാണ് നിൽക്കുന്നത്. നമ്മൾ പറയും അവരുടെ പേര് പറയാറില്ല. ഡോക്ടർ ജോൺസന്റെ ആ കൈകൾക്ക് സൗഖ്യം കിട്ടേണ്ടത് അനേകം മക്കളുടെ ആവശ്യമാണ്. അവരുടെ മകനും മകളും ഡോക്ടർമാർ തന്നെയാണ്. അങ്ങനെ ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറുടെ ഭാര്യ ഇവിടെ വന്നിരിക്കുന്ന എനിക്കറിയാം. സാക്ഷ്യം പറയാനായിട്ട് ധൈര്യം കിട്ടാഞ്ഞിട്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില സമയങ്ങളിലൊക്കെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവർക്കുണ്ടാകുന്ന ആനന്ദം, അവർക്കുണ്ടാകുന്ന വിശ്വാസം കണ്ട് ഇന്നലെ അച്ഛന്മാരെല്ലാവരും ഞങ്ങൾ അത്ഭുതപ്പെടുകയായിരുന്നു. ഈ ഡോക്ടർ ജോൺസന്റെ സന്തോഷം കണ്ടിട്ട്. ഒരു പ്രാവശ്യമല്ല എന്റെ പക്കൽ വന്നു, 2 പ്രാവശ്യം. ഇവിടെ എല്ലാ അച്ഛന്മാരോടും നമുക്കങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അത്ഭുതകരമായ വിധത്തിൽ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ ദൈവം നമ്മൾ പ്രവർത്തിക്കുന്ന അതിശയകരമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ അനേകം ഡോക്ടർമാര് ഈ കഴിഞ്ഞ പോയ കാലങ്ങളിൽ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ഡോക്ടർ ജോൺസനെ അടുത്താണ് പരിചയപ്പെടുന്നത്. നമുക്ക് കൈയടിച്ച് ഈ കുടുംബത്തോടും ഇവിടെ പ്രൊഫഷനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് വലത് കരം ഉയർത്തി ലോകമെമ്പാടുമുള്ള എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവാണ് ഏറ്റവും വലിയ ഡോക്ടർ, യേശുവാണ് ഏറ്റവും വലിയ സർജൻ, യേശുവാണ് ഏറ്റവും വലിയ ഓർത്തോപീഡിസ്റ്റ്, യേശുവാണ് ഏറ്റവും വലിയ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്, യേശുവാണ് ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ്. ആ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഡോക്ടർ ജോൺസണോട് ചേർന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ഡോക്ടർമാരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടെ കരങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സാക്ഷ്യം നൽകുന്നു സാലി. എന്റെ പേര് സാലി, സ്ഥലം ചേരുംകുഴി. എന്റെ വീട് പണിയാൻ കൊടുത്തിട്ട് കോൺട്രാക്ടുകാരൻ 1,00,000 രൂപ, 1,17,000 രൂപ കൂടുതലും കൊണ്ടുപോയി 65,000 രൂപയുടെ പണി പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ വന്ന് 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 8ാമത്തെ വെള്ളിയാഴ്ച കുർബാനയിൽ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീട് പണിയാൻ കൊടുത്തിട്ട് കള്ളക്കേസ്, പണത്തിന് വേണ്ടി കള്ളക്കേസ് കൊടുത്ത ഒരു മകൻ പിന്മാറുന്നുണ്ടെന്ന്. 10ാമത്തെ വെള്ളിയാഴ്ച കോടതിയിൽ വെച്ച് കേസ് പിൻവലിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ചേരുംകുഴിയിൽ അച്ഛൻ പോയതാണ്. ഒത്തിരിയേറെ ചേരുംകുഴി ആളുകളോട് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഇടവക വളരെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒരു ഏകദിനത്തിന് പോയത്. അന്ന് അവിടെ ഉണ്ടായിരുന്നു. സാലിക്കും അതിനുശേഷം ഇവിടെ വരുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ചില കള്ളക്കേസുകൾ പിൻവലിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ചില ആളുകൾക്കെതിരായി കള്ളക്കേസ് കൊടുത്ത 2-3 പേര് കൂടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കള്ളക്കേസിൽ കുടുക്കാനായിട്ടുള്ളത് അത് പിശാചിന്റെ പണിയാണ്. നന്മയായിട്ടുള്ളത് മാത്രമേ, സത്യമായിട്ടുള്ളത് മാത്രമേ വിജയിക്കുള്ളൂ. അങ്ങനെയുള്ളതിന് പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുള്ളവരും കുടുക്കിയിട്ടുള്ളവരും എല്ലാരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾക്ക് കേസ് കൊടുത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. അപ്രകാരം പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട സാലിയുടെ പ്രത്യേകമായിരിക്കുന്ന ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നന്ദി പറയാം. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് സാക്ഷി നൽകുന്നു എസ്തേർ എവുപ്രാസിയ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് സ്റ്റിനോ ഷാൻഡോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. വീട് മുതുവറയാണ്. എന്റെ ആദ്യത്തെ കുഞ്ഞിന്
5.5 മാസമായപ്പോൾ ആദ്യത്തെ കുഞ്ഞ് അബോർഷനായി പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഗർഭപാത്രത്തിന് ബലക്കുറവുണ്ട്, അടുത്ത കുട്ടി ഉണ്ടാവുമ്പോൾ സ്റ്റിച്ച് ഇടണം ഗർഭപാത്രത്തിനെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടി 2 മാസമുള്ളപ്പോൾ അബോർഷനായി പോയി. പിന്നെ മൂന്നാമതൊരു കുട്ടി ഉണ്ടായി. അപ്പോൾ സ്റ്റിച്ച് ഇട്ടു, ഗർഭപാത്രത്തിന് സ്റ്റിച്ച് ഇട്ടു. എങ്കിലും 5.5 മാസമായപ്പോൾ ആ കുട്ടിയും ഡെലിവറി ആയി. 3 ദിവസം ഉണ്ണി കിടന്നു, പിന്നെ മരിച്ചുപോയി. പിന്നെ 4ാമത്തെ പ്രാവശ്യം പ്രഗ്നന്റ് ആയപ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജെറുസലേമിൽ വന്നിട്ട് 7 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായും പിന്നെ പട്ടത്തച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ചാവറച്ചനെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായും ഞങ്ങൾക്ക് ദൈവം ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. യേശുവേ സ്തുതി, യേശുവേ ആ കുഞ്ഞിന് എന്ത് പേരിട്ടു? ആ കുഞ്ഞിന് ഞങ്ങൾ എസ്തർ എപ്രാസ്യ എന്ന് പേരിട്ടു. ആൺകുട്ടിയാണെങ്കിൽ ചാവറ ഏലിയാസ് എന്നിടണമെന്നുണ്ടായിരുന്നു. അപ്പൊ പെൺകുട്ടീനെയാണ് തന്നത്. അപ്പോൾ എപ്രാസമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എസ്തർ എപ്രാസ്യ എന്ന് ഉണ്ണിക്ക് പേര്. ഈ കേരളത്തിൽ 2 വിഷം, അതൊരു ദൈവ കൃപയുള്ളവർക്ക് അങ്ങനെ പേരിടാൻ തോന്നുന്നുള്ളൂ. ഒരു എസ്തർ എപ്രാസിയും അല്ലെങ്കിൽ ഒരു ചാവറ ഏലിയാസും പേരിടാനായിട്ട് നിശ്ചയിച്ച് പ്രാർത്ഥന ആരംഭിക്കുകയാണ്. 4 പ്രാവശ്യം അബോർഷനായി പോയി കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ തകരാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് അവർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇതാ മിടുക്കിയായിരിക്കുന്ന ഒരു സുന്ദരിയായിരിക്കുന്ന ഒരു മാലാഖ കുഞ്ഞിനെ ദൈവം അവർക്ക് സമ്മാനമായി നൽകുകയാണ്. കൈകളടിച്ച് 4 വർഷത്തിന് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനം എസ്തേർ യൂപ്രാസിയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ശാരദ. എൻ്റെ പേര് ശാരദ, ആനക്കല്ലില് വീട്. എനിക്ക് പിത്തസഞ്ചില് 10 കല്ലുണ്ടായിരുന്നു. എത്ര കല്ല്? 10. ഇവിടെ വരണുള്ളവരൊക്കെ ഉണ്ട്, പേടിക്കണ്ട. 10 കല്ലുള്ള ശാരദയാണ് നിൽക്കുന്നത്. എന്നിട്ട് അങ്ങനെ 9 ആഴ്ച ജെറുസലേമ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛനെ കണ്ട്, പട്ടത്തച്ഛനെ കണ്ട് ഞാൻ തലയ്ക്ക് വെച്ചവരെ എനിക്കൊരു പ്രാർത്ഥന തന്നു. യേശുവെ, അങ്ങയുടെ തിരക്കം കൊണ്ട് എന്നെ കഴുകി വിശദീകരിക്കണമേ, എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് തന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഞാൻ ഇന്നവരെ മരുന്ന് കഴിച്ചിട്ടില്ല. എൻ്റെ എല്ലാ സുഖമായി, എനിക്ക് പൂർണ്ണമായി സുഖപ്പെടുത്തി. ശാരദയുടെ 10 കല്ലും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇതിനു ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല ദിവസങ്ങളും മാസങ്ങളായിട്ട്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥാനങ്ങൾ സാക്ഷ്യം നൽകുന്നു ജെസ്സി. എൻ്റെ പേര് ജെസ്സി, ഒല്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയണത്. അവൻ ന്യൂസിലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിലുണ്ടായിരുന്ന നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നു. പക്ഷെ ഇവിടെ വന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ടും അവന് IELTS എക്സാം എഴുതാത്ത കാരണം കൊണ്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ വളരെ നിരാശയോടുകൂടി ഇരിക്കുകയായിരുന്നു. ഞാൻ ജെറുസലേമിൽ വന്ന് ജെറുസലേം നാഥന്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുത്തും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചാവറ പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്നപ്പോൾ ഒരു മകന്റെ സാക്ഷ്യം കേട്ടു. 500 ജപമാല ചൊല്ലിയപ്പോൾ കാനഡയിലേക്ക് പോകാൻ ആ മകന് സാധിച്ചതായിട്ട് ഞാൻ തൻ്റെ മകന്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നിട്ട് 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മകൻ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞു, IELTS എക്സാം എഴുതാതെ ന്യൂസിലാൻഡിലേക്ക് പോകാൻ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ ആദ്യം അത് വിശ്വസിച്ചില്ല. എങ്കിലും അതേപറ്റി അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് അറിഞ്ഞ് അതിനുവേണ്ട എല്ലാ പേപ്പേഴ്സും ശരിയാക്കി. ഇപ്പോൾ അവൻ 500 ജപമാലയിലധികം ജെറുസലേമിൽ വന്ന് ചെല്ലുകയും ആരാധനാലയത്തിൽ വന്ന് ആരാധനയ്ക്ക് ഇരിക്കുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ മാസം 23-ാം തീയതി ജെറുസലേമിലേക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സാക്ഷ്യം പറയുന്നത് കേട്ട് സാക്ഷിയായി തീർന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ
നമുക്ക് സാക്ഷിയായി തീരാൻ ആ ഒരു പ്രത്യേകമായ ഉൾപ്രേരണയാണ് കിട്ടുന്നത്. വേറൊരാൾ കാനഡയിലേക്ക് പോകുന്ന സാക്ഷ്യം കേട്ടിട്ടാണ് ഇന്ന് ജെസ്സിക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തോന്നിയത്. അവൾ പ്രാർത്ഥിച്ചു മാത്രമല്ല, പോകുക മാത്രമല്ല, IELTS എന്ന് പറയുന്ന ആ വിഷയം ഇല്ലാതെ തന്നെ ഒരു ഓഫറിംഗ് കർത്താവ് ശരിയാക്കി കൊടുക്കണം. നോക്കുക, പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല പ്രതിസന്ധികളാണ് മാറ്റിവെച്ചിട്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് നിർദ്ദിഷ്ടമായ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമുക്ക് കൈയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരണം ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു ഇവാനിയ. എൻ്റെ പേര് ഗ്രേസി. മകൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു, ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന്. മകൾ നവംബർ മാസത്തിൽ ഗർഭിണിയാകുകയും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് വളർച്ച കുറവാണ്, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, അടുത്ത 15 ദിവസം കൂടി കഴിയുമ്പോൾ സ്കാൻ ചെയ്യാൻ ആദ്യം വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓടി വന്ന് മാതാവിനോട് പറഞ്ഞു, പട്ടത്തച്ഛനോട് പറഞ്ഞു. പട്ടത്തച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കുക, ഉണ്ണിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, അമ്മയ്ക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പറഞ്ഞ ഡേറ്റിന് സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുട്ടിക്ക് വളർച്ച കൂടിയിട്ടുണ്ട്, പേടിക്കാരിയാ പറഞ്ഞു. പിന്നെ വീണ്ടും സ്കാനുകൾ ചെയ്തപ്പോൾ പറഞ്ഞു, കുട്ടിക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കുറവാണ് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വന്ന് പട്ടത്തച്ഛനോട് പറഞ്ഞു, അച്ഛ എങ്ങനെയാണ് പറയുന്നത്, ഉണ്ണിയുടെ കിഡ്നി ഒരെണ്ണം ചെറുതാണെന്നാ പറയണേന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വചനം വെച്ച് വായിക്ക്, ദിവ്യവൈദ്യനും ഔഷധവുമായി ഈശോയെ ഈ മകളിലും കുഞ്ഞിലും വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് വളർച്ച വീണ്ടും കുറവാണ്, കിഡ്നിയുടെ വളർച്ച വീണ്ടും കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു, പ്രസവം കഴിയുമ്പോൾ സ്കാൻ അപ്പൊ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങള് വീണ്ടും വന്ന് പട്ടത്തച്ഛനോട് പറഞ്ഞു, അച്ഛ എങ്ങനെയാണ് പറഞ്ഞു കിടന്ന്. അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കാൻ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സാക്ഷ്യം പറയാൻ തയ്യാറാവാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ മകള് പ്രസവിക്കുകയും ഉണ്ണിയുടെ സ്കാൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കൈകളടിച്ച് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ഉരുവാകുമ്പോൾ ദൈവം കണ്ടു. കരങ്ങൾ ഉയർത്തിയടിച്ച് പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തിൽ കുഞ്ഞുണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു തിരുവുള്ളമാണിത്. ഇത് ഇവാനിയെ കഥാന്റെ കരങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രസവിച്ച് വെറും 14 ദിവസമായ ആ അമ്മയുടെ സന്തോഷം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റു കാര്യങ്ങളുള്ളൂ. പ്രസവിച്ച് 14 ദിവസമായ ആ കുഞ്ഞുമകളാണ് ഇവാനിയ. കണ്ടില്ലേ ആ കുഞ്ഞിന്റെ സാക്ഷി നൽകുന്നു മഞ്ജു. 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് 7 വെള്ളിയാഴ്ച ധ്യാനം കൂടി. ഈ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പ്രാർത്ഥന കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കുറേ വിഷമങ്ങളും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തി എഴുന്നള്ളിപ്പുള്ള സമയമായിരുന്നു. അന്ന് കർത്താവെ എന്നെ കാണണമേ എന്നും പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ഞാൻ ലൂഷ്യസ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്, ഒന്നും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീടും സ്ഥലവും ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പോലും കൈവിട്ട സമയമായിരുന്നു. എന്നെ ഇറക്കി വിട്ടു, ഒന്നുമില്ലായ്മ കൊണ്ട്. അതിൻ്റെ ഫലമായിട്ട് 65 ലക്ഷം രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ്
അമ്മ ഉപേക്ഷിച്ചാലും അപ്പൻ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. മഞ്ജുവിന് ആരുമില്ലാത്ത സമയത്ത് അഭയം തേടി വന്നത് ജെറുസലേം വചനകൂടാരത്തിൽ. പക്ഷേ അത് കർത്താവ് കണ്ടു. അതിന് കർത്താവ് കൊടുത്ത സമ്മാനം കണ്ടില്ലേ? ഒരു വലിയ ലോട്ടറി. പ്രിയപ്പെട്ടവരെ, ആ പണം കിട്ടുക എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്വന്തമാക്കാനായിട്ടുണ്ടായിരുന്ന വലിയ അഭിലാഷം ദൈവം പൂവണിച്ച സന്തോഷവുമായിട്ടാണ് മഞ്ജു ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. കരയുന്ന കണ്ണുകൾക്കും വേദനിക്കുന്ന ഹൃദയങ്ങൾക്കും ഒരു അത്താണിയാണ് ജെറുസലേം വചനകൂടാരം. നമ്മൾ വരുന്നവർ ധാരാളം ഇവിടെയുണ്ട്. ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോഴാണ് നമ്മളും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സാക്ഷ്യം അനേകർ അറിയാൻ ഇടവരുന്നത്. നമുക്ക് സാക്ഷ്യം നൽകാം. സാക്ഷ്യം കേൾക്കാം. ജ്യോതി. ഞാൻ വേൽപ്പാടത്തുനിന്ന് വരുന്നു. ഭർത്താവ് വിദേശത്താണ്. 8 വർഷമായി ഞാൻ വിദേശത്ത് നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഒക്ടോബറിൽ പട്ടത്തച്ഛനെ കാണാൻ വേണ്ടി ഞാനും എന്റെ പങ്കാളിയും കൂടെ വന്നു. അച്ഛൻ പറഞ്ഞു 3 വെള്ളിയാഴ്ച തുടർന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ 3 വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. ജൂലൈ ആയപ്പോഴത്തേക്ക് എനിക്കെല്ലാം ശരിയായി. വിദേശത്തേക്ക് പോകാനുള്ളതെല്ലാം ശരിയായി. ഞാനിവിടെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് ജെറുസലേമിൽ താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു എന്റെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണമേ എന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ ആ കുടുംബത്തിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല, എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. ഭർത്താവിന് വിദേശത്ത് പോവുക മാത്രമല്ല, ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോകാനും നല്ല വേദനത്തോടുകൂടി അതിൽ പ്രവേശിക്കാനായിട്ടും ഇതായി വരുന്ന ഞായറാഴ്ച താമസമുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. നമ്മൾ വിദേശത്തുള്ളവർക്ക് ഓൺലൈനിലൂടെ കുടുംബത്തിലുള്ളവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്യുന്നവർ ഞായറാഴ്ച 4 മണിക്ക് മുൻപായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ടതുമാണ്. താമസിച്ച് ധ്യാനത്തിൽ കൂടുക. ഈ വെള്ളിയാഴ്ചയുള്ള ധ്യാനമുണ്ട്. എല്ലാ മാസത്തിലും 2ാമത്തെ ആഴ്ചയിലാണ് താമസമുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ കൂടുന്നതോടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരികയും പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുവാൻ, രോഗങ്ങളെ സൗഖ്യങ്ങളാക്കി മാറ്റുവാനായിട്ട് കർത്താവ് സാധിക്കും. ഒരുപക്ഷെ അപ്പന് വരാൻ സാധിക്കില്ല, മക്കൾ വന്ന് സമ്മതിക്കും, അപ്പനും മാനസാന്തരം ഉണ്ടാകണം. ഒരുപക്ഷെ മക്കൾക്ക് വരാൻ സാധിക്കുന്നില്ല, അപ്പനും അമ്മയും വന്ന് ധ്യാനം കൂടാണ്, അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. എത്രയോ കാര്യങ്ങളാണ് ഈ അൾത്താരയിൽ നമ്മൾ കേൾക്കുന്നത്. ഈ നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കാര്യങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പ്രതിസന്ധികളെല്ലാം മാറ്റിക്കൊടുക്കുന്ന ദൈവത്തിൽ അഭയം തേടിക്കൊണ്ട് വിശ്വാസത്തോടെ കൈകൾ ഉയർത്തിയടിച്ച് നന്ദി പറയുന്നു. സാക്ഷ്യം നൽകുന്നു മേരി. എൻ്റെ പേര് മേരി. ഞാൻ മുത്രത്തിക്കരയിൽ വരുന്നു. എനിക്ക് 2012 ഈ കഴുത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അമ്മയിലേക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. ഞാനും ഭർത്താവും കൂടിയാണ് വന്നത്. ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോയി ഡോക്ടറെ കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ പോയി 6 ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ബ്ലഡ് കെട്ടി മുമ്പ് തന്നെ. അപ്പോൾ അതുകൊണ്ടൊന്നും കൗണ്ട് കുറഞ്ഞില്ല. 6, 7 ആയിട്ട് നിന്നു. അങ്ങനെ ബ്ലഡ് കയറ്റിയിട്ടും കൂടിയില്ല. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, യേശുവെ അങ്ങ് തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക, വെളിച്ചെണ്ണ കൊണ്ട് നെറ്റിത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. മാതാവിനോടും ദിവസം 4 കൊണ്ടെത്തിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ മടക്കം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭർത്താവിനോട് എന്നും ഈ ശുശ്രൂഷയിൽ വെള്ളിയാഴ്ച ദിവസം വന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. 3 കൊല്ലം തുടർച്ചയായി ഭർത്താവ് എന്നും വന്ന് കൂടി. 2 കൊല്ലമായിട്ട് എൻ്റെ രോഗം മാറി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഒരു ദിവസം 4 ജപമാലയും ഭർത്താവ് എല്ലാ വെള്ളിയാഴ്ചയും. നോക്കണം അമ്മ പറഞ്ഞത്, ഒരു ദിവസത്തിൽ വീട്ടിലിരുന്ന് 4 ജപമാലയും ഭർത്താവ് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ വന്ന് സംബന്ധിച്ചതിന്റെ ഫലമായി അത്ഭുതകരമയത്തിൽ കർത്താവ് സൗഖ്യം നൽകിയ അമ്മച്ചിയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വിശ്വസിക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സഹനമുള്ളവർ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ സാധിച്ചിട്ട് ഇതുവരെയും കിട്ടാത്തവരെ ജപമാല ചൊല്ലി കരുണയ്ക്കായി പ്രാർത്ഥിക്കുക.
അങ്ങനെ വരുമ്പോൾ കർത്താവ് അത്ഭുതകരമായ സൗഖ്യങ്ങളും അത്ഭുതകരമായ വിടുതലും നമുക്ക് തരുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അമ്മയ്ക്കൊരു രഹസ്യ നിയോഗം കൂടിയുണ്ട്. അച്ഛന് അൽത്താരെ ബലി അർപ്പിക്കുമ്പോൾ അതുകൂടി പ്രാർത്ഥിക്കണം. എന്താണെന്ന് പറയുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല, എനിക്കറിയാതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മച്ചി. അതിന്റെ റിസൾട്ട് വരുമ്പോൾ അച്ഛനെ അറിയിച്ചാൽ മതി. സാക്ഷി നൽകുന്നു ഷീന ജേക്കബ്. എൻ്റെ പേര് ഷീന ജേക്കബ്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷം മുമ്പ് കിഡ്നി സ്റ്റോൺ ആയിട്ട് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത കിഡ്നിയിലും വന്നിരുന്നു. ആദ്യത്തെ കല്ലെടുത്തത് 14 mm ഉണ്ടായിരുന്നു. അതായത് ഒരു നെല്ലിക്കയുടെ വലിപ്പം ഉണ്ടായി. അത് അടുത്ത കിഡ്നിയിൽ വന്നിട്ട് 4 mm ആയി. ഭയങ്കര വേദനയായിരുന്നു. തയ്യലാണ് എനിക്ക് ജോലി. ഇത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ തന്നെ വേണം, അല്ലാതെ ഇത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 7 വർഷത്തോളമായി ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. വെച്ചാൽ 2 സിസേറിയൻ കഴിഞ്ഞു, ഒരു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതുപോലെ കഴിയുന്ന അത്ര വെള്ളിയാഴ്ചകൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനെ കണ്ടിരുന്നു. 7 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് 7ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇതിന്റെ ഒപ്പം തന്നെ എന്റെ മോൾക്ക് സുഖമില്ല. മോൾക്ക് സുഖമില്ലെന്ന് വെച്ചെങ്കിൽ അവൾക്ക് എന്ന് ബ്ലീഡിങ് ആയോ അന്ന് തുടങ്ങി മരുന്നും അതും ഒരു ഓപ്പറേഷന് തന്നെ വന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ മോൾക്ക് 17 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സായി കഴിഞ്ഞാൽ ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സൺറൈസ് ഹോസ്പിറ്റലാണ് അവളെ കാണിക്കണേ. ഇപ്പൊ ഈ ബുധനാഴ്ച അവൾക്കൊരു സ്കാനിങ് ഉണ്ടായി. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടി ചെയ്തിട്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പറേഷന് വേണ്ടി പോയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച പോയി അഡ്മിറ്റ് ആവേണ്ടതാണ്. ഇതിനിടയിൽ എന്റെ ഈ സ്റ്റോണിന്റെ ഇതും ഞാനിവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ വേദന ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ഇവിടുന്ന് ജെറുസലേം വാതിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത് ദൈവം ശരിക്കും ഒരു രക്തസ്രാവകാരിയെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്ന ഒരു രംഗം എന്റെ മോളെ ആയിട്ടാണ് എനിക്ക് കാണുന്നുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. റിസൾട്ട് ഇന്നലെ കിട്ടുള്ളായിരുന്നു. ഒപ്പം തന്നെ ഞാനും സ്കാൻ ചെയ്തു. എന്റെ ഈ കിഡ്നിയുടെ കല്ല് വലിപ്പം കൂടാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്കാൻ ചെയ്ത് റിസൾട്ട് ഇന്നലെ കിട്ടുമായിരുന്നു. ഞാനും മോളും കൂടെ പോയി ആലുവ DDIC സ്കാൻ സെന്ററിൽ സ്കാനിങ് ചെയ്തു. നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കല്ലില്ല. ഇത് കഴിഞ്ഞ് എന്റെ മോളുടെ റിസൾട്ട് അറിയാനായിരുന്നു എനിക്ക് കൂടുതൽ ആകാംക്ഷ. ഡോക്ടർ പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആവണമെന്നാണ് പറഞ്ഞിരുന്നത്. BCom സെക്കൻഡ് ഇയർ ആണ് മോൾ പഠിക്കുന്നത്, അങ്കമാലി സെന്റ് ആൻസില്. ഇത് കഴിഞ്ഞ് ഞാൻ റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റർ എടുത്ത് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതൊക്കെ ഡോക്ടർ പറയുന്നു പറഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ വീട്ടിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞത് കൊച്ചിന്റെ പ്ലേറ്റ്ലെറ്റ് നോക്കിയിട്ട് 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എന്തായാലും സർജറി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആദ്യത്തെ റിസൾട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, യൂട്രസിന് സർജറി ചെയ്യാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിയാത്തൊരു കൊച്ചല്ലേ, നമുക്ക് നോക്കാന്ന് പറഞ്ഞ ഇത്രയും നാളെ 2 ലക്ഷത്തിന് മുകളിലാണ് അവൾക്ക് പ്ലേറ്റ്ലെറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്പറേഷൻ വേണ്ട, ഒരിക്കലും ഇനി ഓപ്പറേഷൻ വേണ്ട അവൾക്ക്. ഞാൻ മോളെ കൊണ്ടുവന്നിട്ടില്ല. മോളെ ഇന്നലെ എറണാകുളത്ത് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത്. അവൾക്ക് സർജറി വേണ്ട. ഇതുപോലെ തന്നെ എന്റെ ഒരു കൂട്ടുകാരിയായിട്ട് ഞാൻ തെറ്റി നിൽക്കായിരുന്നു. 3 വർഷത്തോളമായി ഒരു 3000 രൂപയുടെ കേസിൽ പിണങ്ങി നിൽക്കായിരുന്നു. അവളെ കുറിച്ച് ഞാൻ പലപ്പോഴും വിളിക്കാം, അവളെ ഒന്ന് വിളിക്കണമെന്ന്. പക്ഷെ വിളിക്കാനുള്ള ഒരു ഇത് കിട്ടണുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേവരെ ധ്യാനത്തിന് വന്ന് ഞാൻ പോകുമ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്ന് അവളെ വിളിക്കാന്നുള്ള ഒരു ധൈര്യം കിട്ടി എനിക്ക്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി വിചാരിച്ചപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും വിളിക്കാമെന്ന് ഓർത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ഉണ്ടായി അവിടെ. ഹസ്ബൻഡും മക്കളെ എന്നെ നോക്കിയിരിക്കാണ്. എന്താന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരത്തിയും ഹസ്ബൻഡും അവൾ കൊച്ചും കൂടെ എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കള്ളപ്പവും ഇറച്ചി കറിയൊക്കെ ഉണ്ടാക്കി എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നെ വിളിച്ചില്ല. ഞാനിവിടെ ജെറുസലേം തന്നെ എന്നെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയി അവളെ കണ്ടു കഴിഞ്ഞപ്പോ. ഒരു നിമിഷം ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ ഹസ്ബൻഡിന് വിശ്വാസമായി, എന്റെ അമ്മയ്ക്ക്. ഞാൻ പോയി വന്നു കഴിഞ്ഞപ്പോ തന്നെ അവരുടെ കൊച്ചിന്റെ കുർബാനസ്വരം സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് നടത്തണം എന്നെ വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ വന്നു. മാതാവിന്റെ മുമ്പിൽ 1000 നന്ദികൾ ഞാൻ അർപ്പിച്ചു. ഇത്രയും 3 കാര്യങ്ങൾ ജെറുസലേംനാഥൻ എനിക്ക് ചെയ്തു തന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു സാക്ഷ്യമാണ് കേട്ടത്. മകളെ സുഖപ്പെടുത്തി, അമ്മയെ സുഖപ്പെടുത്തി, അനുരഞ്ജിതമല്ലാത്ത കുടുംബത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട്
ഒറ്റയ്ക്കായിരുന്നവളെ കൂട്ടായ്മയാക്കി മാറ്റിയ ഒരു വലിയ അത്ഭുത സാക്ഷ്യം. നമുക്ക് ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. വെള്ളിയാഴ്ചകളിൽ മാസാദി വെള്ളിയാഴ്ച കഴിഞ്ഞ മാസാദി വെള്ളിയാഴ്ച നടന്ന അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. നമുക്ക് കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഭിന്നിപ്പുള്ള ആശയങ്ങൾ, ഭിന്നിപ്പുള്ള വ്യക്തികളെല്ലാം കൂടിച്ചേരട്ടെ. കർത്താവെ, പല വിധത്തിലുള്ള വേദനകളും രോഗങ്ങളും പേറിക്കൊണ്ട് ഇപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ കുറിച്ചോ അയൽവാസികളെ കുറിച്ചോ ബന്ധുജനങ്ങളെ കുറിച്ചോ ക്ലേശിക്കുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവെ, നീ കൂട്ടിക്കൊണ്ടുവരണമേ. ഞങ്ങളൊരു കൂട്ടായ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടവരുത്തണമേ. ഇനി ഞാൻ ഏകനല്ല, ഇനി ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കുവാൻ കൃപ ചെയ്യണമേ. രോഗപീഠകൾ വിട്ടുപോകട്ടെ, അതിശയകരമായ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് സർവശക്തിയോടെ കൈയടിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ടാലിയ. എൻ്റെ പേര് ടാലിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ അബുദാബിയിലായിരുന്നു. ഞാൻ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. വന്ന സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് ചെക്ക് ബുക്ക് മിസ്സായിട്ട് അത് കേസിൽ പെടുകയുണ്ടായി. അങ്ങനെ ആ സമയത്ത് പനിക്കലച്ഛൻ്റെ അടുത്തേക്ക് വരികയും പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അച്ഛൻ ആ സമയത്ത് പറയണ്ടായി, 1 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ തന്നു. 3 മണിക്ക് എണീറ്റിരുന്ന് 4 കൊന്ത വെച്ച് ചെല്ലിയിരുന്നു. 1 മാസം ആവാനുള്ള 3 ദിവസം മുന്നേ തന്നെ കേസിൽ നിന്നും വിടുതൽ ലഭിക്കുകയും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കൈകളടിച്ചുകൊണ്ട് അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് പറയുന്നത് മുഴുവൻ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഇടയിലൂടെ ജീവിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. പ്രിയപ്പെട്ടവരെ,